Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 29th January 2024 മോർണിംഗ് ഷിഫ്റ്റ് JEE Mainൻ്റെ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് വളരെ നല്ല ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. NCERT ലെവലിലുള്ളതും നമ്മുടെ സിലബസിന് ബേസ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓട്ടോ സിലബസ് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 61 ആണ്. സെക്ഷൻ എയിൽ ക്വസ്റ്റ്യൻ നമ്പർ 61. Given below are two statements. One is labeled as assertion A and other is labeled as reason R. Assertion പറഞ്ഞിരിക്കുന്നത് assertion A, the first ionization enthalpy decreases across a period. Reason, the increase in nuclear charge outweighs the shielding effect across the period. ഇത് ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പീരിയോഡിക് ക്ലാസിഫിക്കേഷനാണ്. പീരിയോഡിക് ക്ലാസിഫിക്കേഷനകത്തുള്ള NCERTയുടെ സെയിം സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് അക്രോസ് എ പീരിയഡ്. നമുക്കറിയാം നമ്മുടെ പീരിയോഡിക് ടേബിളിൽ അക്രോസ് ദ പീരീഡ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം സൈസ് ഓഫ് ദ ആറ്റം ഡിക്രീസസ്. ആറ്റത്തിൻ്റെ സൈസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്ത് വരുന്നു. ഡൗൺ ദ ഗ്രൂപ്പ് വരുന്ന സമയത്ത് ആറ്റത്തിൻ്റെ സൈസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്ത് വരും. റൈറ്റ്? ഓക്കെ, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് അക്രോസ് എ പീരീഡ് കറക്റ്റാണ്. നമുക്കറിയാം അയണൈസേഷൻ എൻതാൽപ്പി ഇസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് മോസ്റ്റ് ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺ ഫ്രം ദ വാലൻസ് ഷെൽ ഓഫ് ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. നമുക്കറിയാം ഡെഫിനറ്റ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അക്രോസ് എ പീരീഡ് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് ആണ്, അല്ലേ? അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് എന്ന് പറയുന്നത് തെറ്റാണ്, റോങ് ആണ്. അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് ആണ് ആക്ച്വലി വരേണ്ടത്. സോ അസർഷൻ എന്ന് പറയുന്ന അസർഷൻ റോങ് ആണ്. ദ ഇൻക്രീസിങ് ന്യൂക്ലിയർ ചാർജ്, അതിൻ്റെ റീസൺ പറയുന്നത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് ഷെൽസ് റിമൈൻ സെയിം ആണ്. ശരിയല്ലേ? ബട്ട് ഡൗൺ ദ ഗ്രൂപ്പ് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് ഷെൽസ് അവിടെ കൂടിക്കൊണ്ടിരിക്കും, ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഷെൽ നമ്പർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പക്ഷേ അക്രോസ് എ പീരീഡ് ഷെൽ നമ്പർ റിമൈൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ ഒരു റീസൺ കൊണ്ട് നമുക്കറിയാം ഇൻക്രീസിങ് ന്യൂക്ലിയർ ചാർജ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് അവിടെ കൂടുന്നുണ്ട്. ഇൻക്രീസിങ് ന്യൂക്ലിയർ ചാർജ് ഔട്ട്വെയ്സ് ദ ഷീൽഡിങ് അക്രോസ് ദ പീരീഡ്. ശരിയോ? ഷീൽഡിങ് എഫക്റ്റിന് ഇമ്പോർട്ടൻസ് കുറച്ച് കുറവാണ്. ബിക്കോസ് അവിടെ ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ് ഔട്ട്വെയ്സ് ദ ഷീൽഡിങ് അക്രോസ് ദ പീരീഡ്. NCERT സെയിം സ്റ്റേറ്റ്മെൻറ്റ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ്. സോ അസർഷൻ ഈസ് ഫാൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. ഇതാണ് നമ്മുടെ ആൻസർ. അസർഷൻ ഈസ് ഫാൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. ക്ലിയർ ആയല്ലോ? യെസ്. 62ലേക്ക് നമുക്ക് പോകാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1ൽ സിഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ്, ബ്ലഡ് പിഗ്മെൻറ്റ്, വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ്, വൈറ്റമിൻ B12, അല്ലേ? ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 2ൽ എലമെൻറ്റ് പ്രസൻ്റ് ആണ്, അല്ലേ? ലിസ്റ്റ് 1ൽ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് ആണ് കൊടുത്തിട്ടുള്ളത്. എലമെൻറ്റ് ലിസ്റ്റ് 2ൽ എലമെൻറ്റ് പ്രസൻറ്റ് റോഡിയം, കൊബാൾട്ട്, അയൺ, ടൈറ്റാനിയം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ, സബ്സ്റ്റൻസ് തന്നെയാണിത്. സിഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് നമുക്കറിയാം. അതിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് TiCl4. നമുക്ക് എല്ലാവർക്കും അറിയാം. സോ സിഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ടൈറ്റാനിയത്തിൻ്റെ ഒരു കോമ്പൗണ്ടാണ്. ടൈറ്റാനിയം മെറ്റൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. ബ്ലഡ് പിഗ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്ലഡ് പിഗ്മെൻറ്റ് ഹീമോഗ്ലോബിൻ ഇസ് എ കോർഡിനേഷൻ കോംപ്ലക്സ് ഓഫ് അയണിൻ്റെ കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. സോ ബ്ലഡ് പിഗ്മെൻറ്റ് വരുമ്പോൾ ശരിയല്ലേ? അയൺ. വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ് നമുക്കറിയാം റോഡിയത്തിൻ്റെ കോംപ്ലക്സ് ആണ്. വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ് റോഡിയം RH റോഡിയത്തിൻ്റെ കോംപ്ലക്സ് ആണ്. റോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അവിടെ +1 ആണ്.
പറഞ്ഞ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ് എന്ന് പറയും. വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് എന്തിനാണ്? ഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കീൻസ്. ആൽക്കീൻ്റെ ഹൈഡ്രോജനേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് കാറ്റലിസ്റ്റാണ് വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ്. അതിൽ റോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? റോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാറ്റലിസ്റ്റ് വരുമ്പോൾ എലമെൻറ്റ് റോഡിയം. Vitamin B12 is a coordination complex of cobalt. Vitamin B12 എന്ന് പറയുന്ന കൊബാൾട്ടിൻ്റെ കോർഡിനേഷൻ കോംപ്ലക്സ് ആണ്. സോ ഡി എന്ന് പറയുന്നത് 2 വരും. സോ എന്ത് വരും? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ A4 വരും, A4. ഓക്കെ, അപ്പോൾ A4 വരുന്ന ഒരേ ഒരു ആൻസർ മാത്രമേ ഉള്ളൂ. സോ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഫോർത്ത് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. സിഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് അല്ലെ 4 ടൈറ്റാനിയം. അതുപോലെ തന്നെ B3 വരും, B3 അയൺ വരും. സി വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ് 1 വരും. ഡി എന്ത് വരും? ഡി വരുന്ന ഡി കൊബാൾട്ട് 2 വരും. സോ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കും. ക്ലിയർ? യെസ്. 63 ക്രോമൈൽ ക്ലോറൈഡ് ടെസ്റ്റ് ഫോർ ദ കൺഫർമേഷൻ ഓഫ് Cl-. നമുക്കറിയാം Cl- കൺഫർമേറ്ററി ടെസ്റ്റിൽ നമ്മൾ ക്രോമൈൽ ക്ലോറൈഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്രോമൈൽ ക്ലോറൈഡ് ടെസ്റ്റ് ഫോർ ദ കൺഫർമേഷൻ ഓഫ് Cl- ion. A yellow solution is obtained. Acidification of the solution and addition of amyl alcohol and 10% hydrogen peroxide turns the organic layer blue, indicating the formation of ക്രോമിയം പെൻറ്റോക്സൈഡ്. അപ്പം നമ്മൾ ഇക്വേഷൻസ് ഒന്നും എഴുതി സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ കോമ്പൗണ്ട് തന്നിട്ടുണ്ട് ക്രോമിയം പെൻറ്റോക്സൈഡ് CrO5. The oxidation state of chromium in that is, നമുക്കറിയാം CrO5 ആണ്. CrO5 is chromium pentoxide. Chromium pentoxide. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ക്രോമിയം പെൻറ്റോക്സൈഡ് ആണ്. CrO5ൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബട്ടർഫ്ലൈ സ്ട്രക്ചറാണ്. ബട്ടർഫ്ലൈ സ്ട്രക്ചറാണ് CrO5ൻ്റെ സ്ട്രക്ചർ. ബട്ടർഫ്ലൈ സ്ട്രക്ചറാണ്. ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ, കണ്ടല്ലോ? യെസ്, ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ. CrO5ൻ്റെ സ്ട്രക്ചർ ബട്ടർഫ്ലൈ സ്ട്രക്ചറാണ്. CrO5ൻ്റെ സ്ട്രക്ചർ ബട്ടർഫ്ലൈ സ്ട്രക്ചറാണ്. ശരിയല്ലേ? സോ ഇതിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആക്ച്വലി ഈ ലിങ്ക് പെറോക്സൈഡ് ലിങ്കേജ് ആണ്. ഇതൊരു പെറോക്സൈഡ് ലിങ്കേജ് ആണ്. പെറോക്സൈഡ് ലിങ്കാണ് ഈ കാണുന്നത്. ഇതൊരു പെറോക്സൈഡ് ലിങ്കാണ്. പെറോക്സൈഡ് ലിങ്ക് വരുമ്പോൾ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? -1. ഇപ്പം നോർമൽ ബൈവാലൻ്റ് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ തീർച്ചയായിട്ടും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. നെറ്റ് ചാർജ് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം 4 അല്ലേ 4 -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള ഓക്സിജൻ ഉണ്ട്. ബിക്കോസ് അത് പെറോക്സൈഡ് ലിങ്കേജ് ആണ്. പ്ലസ് ഒരെണ്ണം -2 ഓക്സിഡേഷൻ നമ്പറുള്ള ഓക്സിജൻ ആണ്. കറക്റ്റ് അല്ലേ? പിന്നെ അടുത്ത ക്രോമിയം എന്ന് പറയുന്നത് അടുത്ത Cr. ക്രോമിയത്തിന് ഓക്സിഡേഷൻ നമ്പർ X എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഇക്വൽ ടു 0. ശരിയല്ലേ? 4 -1 ഉണ്ട്. പ്ലസ് എന്താണ് ഒരു ഓക്സിഡേഷൻ നമ്പർ -2 പ്ലസ് ക്രോമിയത്തിൻ്റെ X ഈക്വൽ ടു 0. ഫ്രം ദിസ് X ഈസ് ഈക്വൽ ടു വാട്ട്? +6. X is equal to +6. So the correct answer is option 1. Clear? Yes. Next question number 64 ആണ്. 64. The difference in energy between actual structure and the lowest energy resonance structure for the given compound is. നമുക്കറിയാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ 2 ചാപ്റ്ററിൽ അല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർഗാനിക് കെമിസ്ട്രി, റിയാക്ഷൻ മെക്കാനിസം, അതുപോലെ തന്നെ കെമിക്കൽ ബോണ്ടിങ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. റെസണൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡിഫറൻസ് ഇൻ ദ എനർജി ബിറ്റ്വീൻ ആക്ച്വൽ സ്ട്രക്ചർ ഉദ്ദേശിക്കുന്ന റെസണൻസ് ഹൈബ്രിഡ് ആണ്. ആൻഡ് ദ ലോവസ്റ്റ് എനർജി റെസണൻസ് സ്ട്രക്ചർ, അതായത് ലോവസ്റ്റ് എനർജി റെസണൻസ് സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് മോസ്റ്റ് സ്റ്റേബിൾ റെസണേറ്റിംഗ് സ്ട്രക്ചറാണ്. മോസ്റ്റ് സ്റ്റേബിൾ റെസണേറ്റിംഗ് സ്ട്രക്ചറും അതുപോലെ തന്നെ റെസണൻസ് ഹൈബ്രിഡും തമ്മിലുള്ള എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ മോസ്റ്റ് സ്റ്റേബിൾ റെസണൻസ് സ്ട്രക്ചർ ആൻഡ് ദ റെസണൻസ് ഹൈബ്രിഡ്
is called what? Resonance energy. Is called resonance energy. Okay, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള, ദറ്റ് മീൻസ് ലീസ്റ്റ് സ്റ്റേബിൾ. മോസ്റ്റ് സ്റ്റേബിൾ മീൻസ് ലീസ്റ്റ് എന്താണ്? എനർജറ്റിക് അല്ലേ? ലീസ്റ്റ് എനർജറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചറും അല്ലേ? ലീസ്റ്റ് എനർജറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള റെസണൻസ് സ്ട്രക്ചറും റെസണൻസ് ഹൈബ്രിഡ് തമ്മിലുള്ള എനർജി ഡിഫറൻസിന് വിളിക്കുന്ന പേരാണ് റെസണൻസ് എനർജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 65. Given below are two statements. Statement 1, electronegativity of group 14 elements from silicon to lead Pb gradually decreases. Statement 2, group 14 elements contain non-metallic, metallic as well as metalloid elements. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് നമുക്കറിയാം. എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ? കാർബൺ, സിലിക്കൺ, ജർമേനിയം, SN ആൻഡ് PB. കാർബൺ, സിലിക്കൺ, ജർമേനിയം, SN ആൻഡ് PB. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കാർബൺ ഉണ്ട്, സിലിക്കൺ ഉണ്ട്, ജർമേനിയം ഉണ്ട്, ടിന്നുണ്ട്, പിന്നെ ആരുണ്ട്? ലെഡ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ അത് നോക്കുന്ന സമയത്ത് കാർബണിൻ്റെ നമുക്കറിയാം 2.5 ആണ്, സിലിക്കൺ 1.8, 1.8, 1.8, 1.9. ഇതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓർഡർ. 2.5, 1.8, 1.8, 1.8, 1.9. So, electronegativity group of 14 elements from silicon to lead gradually decreases. അത് റോങ് ആണ്. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ പറയാം, കാർബൺ ടു സിലിക്കൺ, കാർബൺ ടു ലെഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഡിക്രീസ് ആൻഡ് ദെൻ റിമൈൻ കോൺസ്റ്റൻ്റ് എന്ന് പറയാം അല്ലേ? അതാണ് 2.5, 1.8, 1.8, 1.8, ഫൈനലി 1.9. ഓക്കെ, ഫസ്റ്റ് ഡിക്രീസ് ആൻഡ് ദെൻ റിമൈൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് അല്ലേ? കണ്ടൈൻ നോൺ മെറ്റാലിക്. നെക്സ്റ്റ് പറയുന്ന ഇത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് ഫ്രം സിലിക്കൺ ടു PB gradually decreases. Gradually decreases is a wrong statement. Okay, statement 2, group 14 elements contain non-metallic, metallic as well as metalloid elements. അല്ലെ? 40 ഗ്രൂപ്പിനകത്ത് മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, അതുപോലെ തന്നെ മെറ്റലോയിഡ്സ് ഉണ്ട്. കറക്റ്റ് തന്നെയാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 is false, but statement 2 is true. Option 1. 66. The correct set of 4 quantum numbers for the valence electrons of rubidium atom. Rubidium അല്ലേ? ആൽക്കലി മെറ്റൽ ആണ്. ലിത്യം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം അല്ലേ? സീഷ്യം, ഫ്രാൻഷ്യം. റുബീഡിയം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, റുബീഡിയം RB നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ പ്ലസ് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ആയിട്ടുള്ള ക്രിപ്റ്റൺ പ്ലസ് 5s2. സോ ഇവിടെ 5s2 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 5s2 അല്ല, 5s1, സോറി 5s1. 5s1 ആണ്. നമുക്കിതാണ് വേണ്ടത്, വാലൻസ് ഷെൽ അല്ലേ? ദ കറക്റ്റ് സെറ്റ് ഓഫ് 4 quantum numbers ഫോർ ദ വാലൻസ് ഇലക്ട്രോൺ ഓഫ് റുബീഡിയം. റുബീഡിയത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 1 ആണ്. അത് 5s ഓർബിറ്റലിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. 5s ഓർബിറ്റലിൽ എക്സിസ്റ്റ് ചെയ്യും. സോ നമ്മളിവിടെ നോക്കുമ്പോൾ എസ് സബ്ഷെൽ അല്ലെങ്കിൽ എസിൻ്റെ ഡിഫറെൻ്റ് ക്വാണ്ടം നമ്പേഴ്സ് നമുക്ക് നോക്കാം. N, L, M ആൻഡ് ഫൈനലി S. ഓക്കെ, N റെപ്രസെൻറ്റ്സ് പ്രിൻസിപ്പൽ എനർജി ലെവൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. സോ N = 5 ആണ്. ആൻഡ് Lൻ്റെ വാല്യൂ 0 to N-1. സോ നമുക്കറിയാം എസിൻ്റെ L വാല്യൂ എന്ന് പറയുന്നതാണ്, എസിൻ്റെ L വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. എസിൻ്റെ L വാല്യൂ 0 ആണ്. പിയുടെ L വാല്യൂ അല്ലേ? SPDF. ഇത് 0, 1, 2, 3 ശരിയല്ലേ? അപ്പോൾ എസിൻ്റെ L വാല്യൂ എത്രയാണ്? 0 ആണ്. ദെൻ M വാല്യൂ എന്ന് പറഞ്ഞാൽ -L to 0 to +L. M = -L to 0 to +L. അപ്പോൾ അതും -L to 0 to +L എടുത്താൽ അവിടെ എന്ത് വരും? 0 വരും. എസിൻ്റെ വാല്യൂ, സ്പിൻ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ +½ or -½ +½ or -½ ആ ഒരു വാല്യൂ വരുന്നത് ഏത് നോക്കാം. 5, 0, 0, +½ or -½ അപ്പോൾ ഇവിടെ ഒരേ ഒരു ആൻസറേ വരുന്നുള്ളൂ, ഓപ്ഷൻ 1 അല്ലേ? 5, 0, 0, +½ എന്ന് കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ.
ക്വസ്റ്റ്യൻ നമ്പർ 67 നമുക്ക് പോകാം. ദ മേജർ പ്രൊഡക്റ്റ് പി ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ്. ഓക്കെ, അപ്പോൾ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതിനകത്തൊരു കീറ്റോണിക് ഗ്രൂപ്പ് ഉണ്ട്, OCH2CH3 ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ആൽക്കിൻ CH ഡബിൾ ബോണ്ട് CH2 ഉണ്ട്. അതിലേക്ക് കോൺസെൻട്രേറ്റ് HBr എക്സസ് ഓഫ് HBr ആഡ് ചെയ്യാണ്. മേജർ പ്രൊഡക്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും. ഇവിടെ ഒരു OCH2CH3 ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടെ എന്തുണ്ട്, ഒരു CH2 ഡബിൾ ബോണ്ട് CH2 ഗ്രൂപ്പ്. ഓക്കെ, നമ്മൾ ആഡ് ചെയ്യുന്നത് എക്സസ് ഓഫ് HBr അല്ലേ, എക്സസ് ഓഫ് HBr ആഡ് ചെയ്യണം. എക്സസ് ഓഫ് HBr ആദ്യം നമുക്ക് ഇവിടെ HBr ആഡ് ചെയ്യാം. ഫസ്റ്റ് HBr ആഡ് ചെയ്യുമ്പോൾ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ അക്കോർഡൻസ് വിത്ത് മാർക്കോവ്-നിക്കോസ് റൂൾ. മാർക്കോവ്-നിക്കോസ് അഡീഷൻ നടക്കും. അപ്പോൾ അതിൻ്റെ മെക്കാനിസം ഒന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും നന്നായിട്ട് അറിയാം. മാർക്കോവ്-നിക്കോസ് അഡീഷൻ നടക്കും. മാർക്കോവ്-നിക്കോസ് അഡീഷൻ നടക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇതെങ്ങനെയായിരിക്കും. മാർക്കോവ്-നിക്കോസ് അഡീഷൻ OCH2CH3, ഇവിടെ ഒരു CH അല്ലേ, ഇവിടെ H ആഡ് ചെയ്യും. ഇവിടെ ഒരു CH, ഇവിടെ ഒരു CHBr, ഇവിടെ ഒരു CH അല്ലേ, ഇവിടെ ഒരു Br ഉണ്ടാവും. ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് CH3 അല്ലേ, Br ഇവിടെയും ഹൈഡ്രജൻ ഇവിടെ ആഡ് ചെയ്യും. സോ ദ പ്രൊഡക്റ്റ് ഫോംഡ് ഈസ് CH-Br-CH3. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒറ്റ സിംഗിൾ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതാം. വേണമെങ്കിൽ അടുത്ത് വീണ്ടും എക്സസ് ഓഫ് HBr, വീണ്ടും നമ്മൾ HBr ആഡ് ചെയ്യുന്നു. കീറ്റോണിൻ്റെ കേസ് നമ്മൾ കീറ്റോൺ അല്ല, സോ ഈതർ അല്ലേ, ഈതർ കീറ്റോൺ ഗ്രൂപ്പ് അല്ല, ഈതർ ആണ്. അപ്പോൾ നമുക്കറിയാം ഇതിലേക്ക് എന്ത് സംഭവിക്കുമ്പോൾ OCH2CH3 കേസിൽ എന്ത് സംഭവിക്കുക, HBr ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്ന, ഒന്ന് ശ്രദ്ധിച്ചോളൂ, HBr ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആദ്യം ഹൈഡ്രജൻ ഇവിടെ ആഡ് ചെയ്യും. ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എങ്ങനെയാണ്, നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എങ്ങനെയാണ്. ഇവിടെ ഒരു CH2, ഇവിടെ CH-Br, ഇവിടെ എന്തുണ്ട്, CH3 ഉണ്ട്, ശരിയല്ലേ. ദെൻ ഇവിടെ ആര് അറ്റാക്ക് ചെയ്യും, ഓക്സിജൻ അറ്റാക്ക് ചെയ്യും അല്ല, അതായത് ഓക്സിജൻ ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ഹൈഡ്രജൻ അറ്റാക്ക് ചെയ്യും അല്ലേ. ഹൈഡ്രജൻ അറ്റാക്ക് ചെയ്യുമ്പോൾ ഓക്സിജൻ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. പിന്നെ ഒരു CH2 സിംഗിൾ ബോണ്ട് CH3, ഫസ്റ്റ് H+ ആഡ് ചെയ്യും. അപ്പോൾ Br- ഇനി ഇവിടെ വരുന്നുണ്ട് അല്ലേ. HBr എക്സസ് ഓഫ് HBr ആഡ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് Br- നേരെ ഇവിടെ വരും. Br- കയറി ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഓക്സിജനിൽ പോസിറ്റീവ് ചാർജ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, ഓക്സിജനിൽ പോസിറ്റീവ് ചാർജ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായിരിക്കും, അത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും. സോ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലേ, സോ ദ പ്രൊഡക്റ്റ് ഫോംഡ് ഈസ്, ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഫോംഡ് ഈസ് എന്തായിരിക്കും, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു OH ഗ്രൂപ്പ് ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും, ഒരു CH-Br-CH3 ഉണ്ടാവും, കറക്റ്റ് അല്ലേ. പ്ലസ് എന്തുണ്ട്, CH3 CH2Br, ശരിയല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ്, ദിസ് ഈസ് ദ മേജർ പ്രൊഡക്റ്റ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 വരും, ശരിയല്ലേ. യെസ്, ഓപ്ഷൻ 4. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, മേജർ പ്രൊഡക്റ്റ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ ആഡ് ചെയ്യുന്ന എക്സസ് ഓഫ് HBr കേട്ടോ, എക്സസ് ഓഫ് HBr ആണ്. അത് ലിറ്റിൽ കൺഫ്യൂസിങ് ആണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, എക്സസ് ഓഫ് HBr. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 68. ദ അറീനിയം അയോൺ വിച്ച് ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ദ ബ്രോമിനേഷൻ ഓഫ് അനിലിൻ. അല്ലേ, അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ബ്രോമിനേഷൻ ഓഫ് അനിലിൻ,
ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അത് നമുക്കറിയാം അനിലിനൊരു പ്രത്യേകതയുണ്ട്. വളരെ സിമ്പിളായിട്ട് ആൻസറിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഒത്തിരി എഴുതി നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. അനിലിനൊരു പ്രത്യേകതയുണ്ട്. അനിലിനീസ് ഓർത്തിരിക്കുക, NH2 ഗ്രൂപ്പാണ് അല്ലേ. ഈ NH2 ഗ്രൂപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. NH2 ഗ്രൂപ്പ് ഈസ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ് NH2 ഗ്രൂപ്പ് എന്ന് പറയുന്നത്. NH2 ഗ്രൂപ്പ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ NH2 ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ ഓർത്ത് വെച്ചോളണം കേട്ടോ. ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ് ആര്? നമ്മുടെ NH2 ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്കറിയാം ബ്രോമിനേഷൻ നടക്കുന്ന സമയത്ത് BRE പൊസിഷനിൽ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ കുഴപ്പമില്ല, പ്രശ്നമില്ല, ശരിയല്ലേ. അപ്പോൾ അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഓർത്തോ ആണ്, ഇത് നോക്കുമ്പോൾ പാരാ പൊസിഷനാണ്, കുഴപ്പമില്ല. ഇതും നോക്കുമ്പോൾ 4th 1ൻ്റെ കേസിലും എന്താണ് ഓർത്തോ ആണ്, കുഴപ്പമില്ല. പക്ഷേ ഈ ലാസ്റ്റ് 1ൻ്റെ കേസിൽ ഒരു കാരണവശാലും ഇൻ്റർമീഡിയറ്റ് അവിടെ അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഇതൊരു മെറ്റാ പൊസിഷനാണ് അല്ലേ. ദിസ് ഈസ് എന്താണ്? മെറ്റാ പൊസിഷനാണ്. അപ്പം മെറ്റാ വരുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. കറക്റ്റ് അല്ലേ. സോ നമ്മുടെ ആൻസർ എന്ത് തന്നെയാണോ? ആൻസർ ഓപ്ഷൻ 3 തന്നെയാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എന്ത് തന്നെ ഒരു ഓപ്ഷൻ 3 വരും. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ ഓർത്തിരിക്കുക, അറീനിയം അല്ലേ, അറീനിയം അയോൺ വിച്ച് ഈസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദ ബ്രോമിനേഷൻ ഓഫ് അനിലിൻ ഈസ് ആൻസർ ഓപ്ഷൻ 3 വരും. ക്ലിയർ ആയല്ലോ? ബിക്കോസ് അവിടെ ഒരു മെറ്റാ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ഒരിക്കലും പോസിബിൾ അല്ല. ക്ലിയർ ആയല്ലോ? യെസ്. 69. Appearance of blood red color on treatment of sodium fusion extract of an organic compound with FeSO4 ferrous sulfate ആണ് in the presence of concentrated H2SO4 indicate the presence of elements. ഇത് നമുക്കറിയാം സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ആക്ച്വലി നമ്മൾ കാണുന്ന കാര്യം Fe2+ ഉണ്ട്. Fe2+ ഫെറസ് സോൾട്ട് H2H+ൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ H2SO4ൻ്റെ പ്രസൻസിൽ ഫെറിക്കായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഫെറിക് സോൾട്ട് ആരുമായിട്ട്? SCN- ഫ്യൂഷൻ എക്സ്ട്രാക്റ്റുമായിട്ട് അല്ലേ റിയാക്ട് ചെയ്യുമ്പോൾ SCN- ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ FeSN ത്രൈസ് ഫോം ചെയ്യും. ഈ FeSN ത്രൈസ് ആണ് എന്തായിട്ട് ബ്ലഡ് റെഡ് കളറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ബ്ലഡ് റെഡ് കളറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന. അപ്പോൾ FeSN ത്രൈസിൻ്റെ പ്രസൻസ് ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ദ ഗിവൺ കോമ്പൗണ്ട് കണ്ടെയ്ൻ നൈട്രജൻ ആൻഡ് സൾഫർ അല്ലേ. നൈട്രജൻ്റെയും സൾഫറിൻ്റെയും പ്രസൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പിയറൻസ് ഓഫ് ബ്ലഡ് റെഡ് കളർ ഓൺ ട്രീറ്റ്മെൻറ്റ് ഓഫ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഓഫ് എൻ ഓർഗാനിക് കോമ്പൗണ്ട് വിത്ത് ഫെറസ് സൾഫേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റ് H2SO4 ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് എലമെൻറ്റ്സ് ആരാണ്? നൈട്രജൻ ആൻഡ് സൾഫർ, FeSN ത്രൈസ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. യെസ്. 70. Given below are 2 statements. One is labeled as assertion and other is labeled as reason. Assertion പറയുന്നത് aryl halides cannot be prepared by replacement of hydroxyl group of phenol by halogen atom. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. റീസൺ, ഫിനോൾസ് റിയാക്ട് വിത്ത് ഹാലജൻ ആസിഡ് വയലൻ്റ്ലി. അപ്പോൾ നമുക്കറിയാം ഫിനോൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫിനോൾ ഹലജൻ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഫിനോൾ ഹാലജനുമായിട്ട് അല്ലേ ഹാലജൻ ആസിഡുമായിട്ട് റിയാക്ഷൻ നടക്കുമോ ഇല്ല അല്ലേ. ഫിനോള് ഇപ്പോൾ HX ഉള്ള റിയാക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല, അവിടെ നോ റിയാക്ഷൻ, ശരിയല്ലേ, നോ റിയാക്ഷൻ. അറൈൽ ഹാലൈഡ്സ് cannot be prepared by replacement of hydroxyl group of phenol by halogen atom. ഈ ഒരു റീപ്ലേസ്മെൻറ്റ് ഒരിക്കലും പോസിബിൾ അല്ല, ശരിയല്ലേ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ദെൻ ഫിനോൾ റിയാക്ട് വിത്ത് ഹാലജൻ ആസിഡ് അല്ലേ, ഹാലോജൻ ആസിഡ് റിയാക്ട് വിത്ത് ഫിനോൾ റിയാക്ട് വിത്ത് ഹാലജൻ ആസിഡ്സ് വയലൻ്റ്ലി. അതും നടക്കുന്ന കാര്യമല്ല. ഫിനോൾ റിയാക്ട് വിത്ത് ഹാലജൻ ആസിഡ് വയലൻ്റ്ലി ഈസ് നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് അറൈൽ ഹാലൈഡ്സ് cannot be prepared by replacement of hydroxyl group of phenol by halogen atom. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫിനോൾ റിയാക്ട് വിത്ത് ഹാലോജൻ ആസിഡ് വയലൻ്റ്ലി റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ, നമ്മുടെ ആൻസർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 വരും. അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. അസേർഷൻ A,
assertion is correct but reason is false. Option 3 വരും. ക്ലിയർ ആയല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 71. ഐഡൻറ്റിഫൈ ദ പ്രോഡക്റ്റ് എ ആൻഡ് പ്രോഡക്റ്റ് ബി. ഇത് അല്ലേ ഹൈഡ്രോ കാർബൺസിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്, അല്ലെ ഹാലോജനേഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സൈക്ലോഹെക്സീൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കേസിൽ ഹാലോജനേഷനാണ്. Cl2 ആഡ് ചെയ്യുന്നു, Cl2 അല്ലേ, Cl2 ആഡ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് HNu. അപ്പോൾ നമുക്കറിയാം അത് ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. ഫ്രീ റാഡിക്കൽ മെക്കാനിസമാണ് ഫോളോ ചെയ്യുന്നത്. ഫ്രീ റാഡിക്കൽ മെക്കാനിസം ഫോളോ ചെയ്യും. ഫ്രീ റാഡിക്കൽ മെക്കാനിസം ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്, മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ക്ലോറിൻ ഉണ്ട് അല്ലേ, രണ്ട് സൈഡിലും എന്ത് ആഡ് ചെയ്യും, ക്ലോറിൻ ആഡ് ചെയ്യാം. യെസ്, so the major product is free radical halogenation mechanism ആണ്. ഈ പൊസിഷനിൽ അല്ലേ ഫസ്റ്റ് ഇവിടെ ഫ്രീ റാഡിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. ഫസ്റ്റ് ഹാലജനേഷൻ നടക്കുമ്പോൾ അല്ലേ, ഫ്രീ റാഡിക്കൽ മെക്കാനിസം നമുക്ക് എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് ഹാലജനേഷൻ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇവിടെ ഫസ്റ്റ് ഹാലജൻ ഇവിടെ ആഡ് ചെയ്യും. സെക്കൻഡ് കേസിൽ, രണ്ടാമത്തെ കേസിൽ ഇവിടെയും എന്ത് ചെയ്യും, ഹാലജനേഷൻ നടക്കും. ഫ്രീ റാഡിക്കൽ മെക്കാനിസം ഫോളോ ചെയ്യും. നെക്സ്റ്റ് അടുത്ത കേസിൽ CCl4 ശരിയല്ലേ, ഇലക്ട്രോഫിലിക് അഡിഷൻ റിയാക്ഷൻ ആണ്, ഇലക്ട്രോഫിലിക് അഡിഷൻ മെക്കാനിസം ആണ് ഫോളോ ചെയ്യുക അല്ലേ. ഇലക്ട്രോഫിലിക് അഡിഷൻ അല്ലേ, അഡിഷൻ റിയാക്ഷൻ ഫോളോ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും, ഹെക്സീനിലേക്ക് എന്താണ് ഡയറക്റ്റ് ഹാലജൻ ആഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെയും ക്ലോറിൻ ആഡ് ചെയ്യും. കറക്റ്റ് അല്ലേ? യെസ്. സോ ദ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആൻസർ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 വരും. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓപ്ഷൻ 4. എ എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് ആയിരിക്കും. ഫസ്റ്റ് എ എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് ആയിരിക്കും. ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. Okay, yes. Identify, question number 72, identify the incorrect pair from the following. Fluorspar എന്ന് പറയുന്നത് നമുക്കറിയാം. Fluorspar is calcium fluoride, CaF2, BF3 അല്ല, കാൽഷ്യം ഫ്ലൂറൈഡ് ആണ്. ക്രയോലൈറ്റ് ഈസ് അലുമിനിയത്തിൻ്റെ ഓറാണ്. Na3LF6 അല്ല. ഈ കോമ്പൗണ്ടുകളെല്ലാം NCERT കൊടുത്തിട്ടുണ്ട്. എവിടെയാണ്? പി ബ്ലോക്ക് എലമെൻസിൽ ഓരോ സ്ഥലത്തും ഒക്കറൻസ് ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ഫ്ലോർസ്പോർ കാൽഷ്യം ഫ്ലോറൈഡ്, ക്രയോലൈറ്റ് Na3LF6, ഫ്ലൂറോ അപ്പറ്റൈറ്റ്. നമുക്കറിയാം അപ്പറ്റൈറ്റ് ഫാമിലിയുടെ ജനറൽ ഫോമുല ഓർത്താൽ മതി. ഇവിടെ എന്താണ് ഫ്ലൂറോ അപ്പറ്റൈറ്റ്, ക്ലോറോ അപ്പറ്റൈറ്റ്, ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്ലൂറോ അപ്പറ്റൈറ്റിൻ്റെ ഫോമുല Ca3PO4 twice CF2. Then കാർണലൈറ്റ് എന്ന് പറയുന്ന KCl MgCl2.6H2 കറക്റ്റ് തന്നെയാണ്. ബട്ട് ഇതിനകത്ത് റോങ് ആയിട്ട് വരുന്ന ഫ്ലൂർസ്പോർ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ഫ്ലൂർസ്പോർ എന്ന് പറയുന്നത് CF2 കാൽഷ്യം ഫ്ലോറൈഡ്. ക്ലിയർ? യെസ്, ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ. 73. The interaction between pi bond and the lone pair of electron present on an adjacent atom is responsible for. നോക്കോളൂ. The interaction between pi bond and the lone pair of electrons present on an adjacent atom is responsible for. Interaction between pi bond and the lone pair. നമുക്കറിയാം അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന പൈ ബോണ്ടും ലോൺ പെയർ വന്നാൽ, പൈ ബോണ്ട് പോസിറ്റീവ് ചാർജ് വന്നാൽ ഒക്കെ നമുക്ക് കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്. അത് ആരുമായിട്ട് കണക്റ്റഡ് ആണ്? റെസണൻസ് എഫക്റ്റുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. റെസണൻസുമായിട്ട് കണക്റ്റഡ് ആണ്. ശരിയല്ലേ? interaction between pi bond and the lone pair of electron present on an adjacent atom അല്ലേ. അപ്പോൾ എന്താണ്, തീർച്ചയായിട്ടും പൈ ബോണ്ടും ലോൺ പെയർ അടുത്ത് വന്നാൽ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ആ പൊസിഷൻസ് മാറാം, ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യാം അല്ലേ. ആൻഡ് ദാറ്റ് ഷിഫ്റ്റിംഗ് ഈസ് കോൾഡ് വാട്ട്? റെസണൻസ് എഫക്റ്റ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, റെസണൻസ് എഫക്റ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ 4. നെക്സ്റ്റ്,
KMnO4 decompose on heating at 513 Kelvin to form O2 along with നമുക്കറിയാം നമ്മൾ KMnO4നെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മേജർ പ്രൊഡക്റ്റ് അല്ലെ DNFലൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. KMnO4 ചൂടാക്കുന്ന സമയത്ത് കിട്ടുന്ന K2MnO4 ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് പൊട്ടാസ്യം മാംഗനേറ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. നമുക്കറിയാം ആ റിയാക്ഷൻസ് NCERT കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം 2KMnO4 അല്ലെ 2KMnO4 gives K2MnO4 പൊട്ടാസ്യം മാംഗനേറ്റ് പ്ലസ് MnO2 പ്ലസ് O2 എന്ന് കിട്ടും. 2KMnO4 gives എന്ത് കിട്ടും K2MnO4 ഉണ്ട്. പിന്നീട് എന്തുണ്ട് ഒരു MnO2 ഉണ്ട് പ്ലസ് O2. ക്ലിയർ ആയല്ലോ. സോ കറക്റ്റ് ആൻസർ ഈസ് 2KMnO4 K2MnO4 പൊട്ടാസ്യം മാംഗനേറ്റ് പ്ലസ് മാംഗനീസ് ഡയോക്സൈഡ് MnO2. ക്ലിയർ ആയല്ലോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. 74 ആൻസർ ഓപ്ഷൻ 4. ക്ലിയർ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 75. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റൽ കാർബണൈൽസ് CO forms a bridge between metal atoms? CO means carbon monoxide ആണ്. Formed a bridge between metal atoms. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ട്രക്ചറിലേക്ക് പോകാം. ഇത് NCERTയിലുള്ള ഒരു സ്ട്രക്ചറാണ്. ഓപ്ഷൻ 1ഉം 2 ഒക്കെ NCERTയിലുണ്ട്. പക്ഷേ 3ഉം 4ഉം NCERTയിലില്ല. ബട്ട് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. NCERT ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. ബ്രിഡ്ജ് മെറ്റൽ കാർബൺ ബ്രിഡ്ജ് ഉള്ള കോമ്പൗണ്ട് CO2 CO8 ടൈംസ് ആണ്. CO2 CO8 ടൈംസ്. ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. CO2 ഇത് കൊബാൾട്ട് ആണ്. ദിസ് ഇസ് കാർബൺ മോണോക്സൈഡ്. കൺഫ്യൂഷൻ ആവും. ദിസ് ഫസ്റ്റ് CO കൊബാൾട്ട്, സെക്കൻഡ് CO അല്ലെ കാർബൺ ഓക്സിജനും ക്യാപിറ്റൽ ലെറ്റർ ആണ്. CO എന്ന് പറയുന്ന കാർബണൈൽ ഗ്രൂപ്പ് 8 ടൈംസ് അല്ലേ. അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. CO ഇവിടെ ഒരു മെറ്റൽ ഉണ്ട്. ദെൻ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ബ്രിഡ്ജ് 2 മെറ്റൽസിനിടയ്ക്കാണ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നത്. 2 മെറ്റലിനിടയ്ക്ക് ഒരു ലിഗാൻഡ് വരികയാണ്. അതിന് വിളിക്കുന്നത് ബ്രിഡ്ജ്. ദിസ് ഇസ് ബ്രിഡ്ജ് അല്ലേ. അതിനുശേഷം ഇവിടെ ഒരു CO, ഇവിടെ 3 CO ഗ്രൂപ്പ് ഉണ്ട്. ദിസ് ഇസ് CO, ഇവിടെ CO ഉണ്ട്, ഇവിടെയും CO ഉണ്ട്. CO കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക. ഇതാണ് ബ്രിഡ്ജ് അല്ലേ. ഇവിടെ ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ഇവിടെ ബ്രിഡ്ജ് ഉണ്ട്. ഇനി Mn2CO 10 ടൈംസ് Mn2CO 10 ടൈംസ് Mn2 Mn ബോണ്ട് ഇവിടെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു മെറ്റൽ ബോണ്ട് കൂടെ ഉണ്ട് കേട്ടോ. ഒരു മെറ്റൽ ബോണ്ടും ഉണ്ട്. ദിസ് ഇസ് മെറ്റൽ ബോണ്ട് ആൻഡ് ദിസ് ഇസ് വാട്ട് ബ്രിഡ്ജ് ബോണ്ട്. Mൻ്റെ കേസ് എടുക്കുമ്പോൾ ഇതിനകത്ത് മെറ്റൽ ബോണ്ട് മാത്രമേ ഉള്ളൂ. ബ്രിഡ്ജ് ബോണ്ട് ഇല്ല. ഇവിടെ ഒരു CO ഉണ്ട്, ഇവിടെയും CO ഉണ്ട് അല്ലേ. എത്ര CO ഉണ്ട്? 5 CO ഉണ്ട്. ഇവിടെ എല്ലാം 5 CO. ഇവിടെയും ഒരു 5 CO ഉണ്ട്. 5 CO 1 2 3 4 ആയിട്ടുള്ള അല്ലേ. 5 CO ഉണ്ട് കേട്ടോ. 5 CO ഉണ്ട്. ഇവിടെയും CO ഇവിടെ CO ഉണ്ട്. യെസ്. ഇവിടെ ബ്രിഡ്ജ് ബോണ്ട് ഇല്ല. CO മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് അടുത്തത് ഓസ്മിയത്തിൻ്റെ കാർബൺ OS3 CO 12 ടൈംസ് എന്നാണ്. OS3 ഓസ്മിയം OS. ഇപ്പോൾ ഇവിടെയും ഓസ്മിയാണ്. OS ഓസ്മിയം. ഇവിടെയും OS ഉണ്ട്, ഇവിടെയും OS ഉണ്ട്. ഇവിടെ 4 ഉണ്ട്. ഇവിടെ CO ഇവിടെയും CO ഉണ്ട്. CO ഇതിനകത്ത് ഇവിടെയും ബ്രിഡ്ജ് ബോണ്ട് ഇല്ല. ബ്രിഡ്ജ് ബോണ്ട് OS3 CO 12 ടൈംസ്. റുബീഡിയം സെയിം തന്നെയാണ്. സെയിം സ്ട്രക്ചർ തന്നെയാണ്. ഇതേ സെയിം സ്ട്രക്ചർ തന്നെയാണ് വരുന്നത്. റുബീഡിയത്തിൻ്റെ കേസിലും സെയിം സ്ട്രക്ചർ തന്നെയാണ് വരുന്നത്. മാറ്റമൊന്നുമില്ല. വളരെ സെയിം സ്ട്രക്ചർ തന്നെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ RB വന്നിട്ടുള്ള റുബീഡിയം വന്നിട്ടുണ്ട്. യെസ്. റുബീഡിയം അല്ല, റുഥീനിയം കേട്ടോ. RU3 ആണ്. RU3 റുഥീനിയം, നോട്ട് റുബീഡിയം ബട്ട് റുഥീനിയം.
ruthenium, Ru, ruthenium. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. യെസ്, അപ്പോൾ ഇതാണ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ആക്ച്വലി എല്ലാ സ്ട്രക്ചറും നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ 1 ആണ് കറക്റ്റ്, CO2 CO 8 ടൈംസ്. ബസ് നമ്മൾ ഇൻസൈഡ് ടെക്സ്റ്റ് ബുക്കിലൊന്ന് നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ആൻസറിലേക്ക് വരാൻ പറ്റും. CO2 CO 8 ടൈംസ് അല്ലേ. മെറ്റൽ കാർബണൈൽസ് നമ്മൾ റെഫർ ചെയ്താൽ മതി. കോർഡിനേഷൻ കോംപ്ലക്സിൽ മെറ്റൽ കാർബണൈൽസ്. ഓക്കെ, ദ ടൈപ്പ് ഓഫ് അമിനോ ആസിഡ് ഒബ്റ്റൈൻഡ് ബൈ ദ ഹൈഡ്രോളിസിസ് ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രോട്ടീൻസ് ആർ ദ പോളിമേഴ്സ് ഓഫ് ആൽഫ അമിനോ ആസിഡ്സ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും അല്ലേ. പോളിമേഴ്സ് ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുന്ന പോളിമേഴ്സ് ഓഫ് ആൽഫ അമിനോ ആസിഡ്സ് അല്ലേ. ആൽഫ അമിനോ ആസിഡ്സിൻ്റെ പോളിമേഴ്സ് ആണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ആൽഫ അമിനോ ആസിഡ് ആണുള്ളത്. അപ്പോൾ നമുക്കറിയാം ആൻസർ ഓപ്ഷൻ 2 വരും. ഓക്കെ, then next question number 77, the final product A formed in the following multi-step reaction sequences. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ള ഫൈനൽ പ്രോഡക്റ്റ് A ഫോംഡ് ഇൻ ദ ഫോളോയിങ് മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ സീക്വൻസ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹൈഡ്രോളിസിസ് ആണ്, ആസിഡ് ഹൈഡ്രോളിസിസ് ആണ് പറയുന്നത്. അതിനുശേഷം CrO3 ആഡ് ചെയ്യാം. നമുക്കറിയാം ജോൺസ് റിയേജൻറ്റ് നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം NH2 ഹൈഡ്രസീൻ അല്ലേ, NH2 ആണ് ഹൈഡ്രസീൻ ഇൻ ദ പ്രസൻസ് ഓഫ് KOH. വളരെ ഫേമസ് ആയിട്ടുള്ള റിയാക്ഷനാണ് വോൾഫ് കിഷ്നർ റിഡക്ഷൻ. അപ്പം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. യെസ്, കിട്ടുന്ന ഫസ്റ്റ് ഇവിടെ ഒരു CH അല്ലേ, CH ഡബിൾ ബോണ്ട് CH2, സ്റ്റൈറീൻ അല്ലേ. സ്റ്റൈറീനാണ് നമ്മുടെ റിയേജൻറ്റ്. സ്റ്റൈറീനാണ് റിയേജൻറ്റ്. സ്റ്റൈറീനിലേക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആസിഡ് ഹൈഡ്രോളിസിസ് ആണ്. H2O ബാർ H+ ആണ്. അപ്പോൾ നമുക്കറിയാം H2 ആഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് H+ ആഡ് ചെയ്യും, അറിയാലോ. പിന്നീട് അവിടെ എന്ത് ആഡ് ചെയ്യും, OH ആഡ് ചെയ്യും. സോ ദ പ്രൊഡക്റ്റ്, മേജർ പ്രൊഡക്റ്റിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു അല്ലേ OH ഉണ്ട്, ഇവിടെ H അല്ലേ. സോ ഞാനതിൻ്റെ മെക്കാനിസം ഒന്നും എഴുതുന്നില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് ആസിഡ് ഹൈഡ്രോളിസിസ് ആൻഡ് ദ മേജർ പ്രൊഡക്റ്റ് ഫോംഡ് ഈസ്, ഇതാണ് നമ്മുടെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും, ഒരു CHOH പിന്നെ എന്ത് കിട്ടും, ഒരു CH3. കറക്റ്റ് അല്ലേ? CHOH CH3 കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യുന്ന CRO3 ആണ്. ഓക്കെ, H2OH+ൻ്റെ പ്രസൻസ് ആസിഡ് മീഡിയത്തിൽ ഫസ്റ്റ് ആഡ് ചെയ്തു, പിന്നീട് CRO3 ആഡ് ചെയ്യുന്നു. ജോൺസ് റിയേജൻറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം കറസ്പോണ്ടിങ് കീറ്റോൺ ആണ് പ്രൊഡക്റ്റ് ആയിട്ടുണ്ടാവുക. കറസ്പോണ്ടിങ് കീറ്റോൺ ആണ് ഉണ്ടാവുക, C ഡബിൾ ബോണ്ട് O CH3 അല്ലേ. കറസ്പോണ്ടിങ് കീറ്റോൺസ് ഉണ്ടാവും. ആ കീറ്റോൺസിന് നമുക്ക് എന്ത് റിയാക്ഷനാണ് ഇവിടെ വരുന്നത്, NH2 അല്ലേ, ഇൻ ദ പ്രസൻസ് ഓഫ് KOH, വോൾഫ് കിഷ്നർ അല്ലേ, വോൾഫ് കിഷ്നർ റിഡക്ഷൻ അല്ലേ. വോൾഫ് കിഷ്നർ റിഡക്ഷൻ ആണ്. അപ്പോൾ CO ഗ്രൂപ്പ് ഡയറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യും, CH2 ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. CO ഗ്രൂപ്പ് ബിക്കം CH2 ഗ്രൂപ്പ്. അപ്പോൾ പ്രൊഡക്റ്റ്, മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CO ഗ്രൂപ്പ് എന്തായി മാറും, CH2 CH3 ആയിട്ട് മാറും. ശരിയല്ലേ? സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1. Correct answer is option 1. Clear? Correct answer option 1 ആണ്. The final product A formed in the following multi-step reaction sequence. Okay. So the correct answer is option 1. Clear? Option 1. Final product A formed in the sequence of multi-step reaction sequence. അപ്പോൾ styrene ആണ്. This is styrene. First ആസിഡ് ഹൈഡ്രോളിസിസ്. ഇപ്പോൾ ഡയറക്റ്റ് ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തുക, OH ആഡ് ചെയ്യുന്നുണ്ട്, ദെൻ H+ ഓപ്പോസിറ്റ് സൈഡിൽ അടുത്ത സൈഡിൽ നെക്സ്റ്റ് സൈഡിൽ ആഡ് ചെയ്യും. അതിന് മെക്കാനിസം ഒക്കെ നമുക്കറിയാം, ആദ്യം H+ അഡീഷൻ വഴിയാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം മെക്കാനിസത്തിന് അല്ലേ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. CRO3 ജോൺസ് റിയേജൻ്റ് ആഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട്, ഇത് NCERT ഉള്ളതാണ്, ഡയറക്റ്റ് NCERT ഉള്ളതാണ്.
എന്ത് ഫോം ചെയ്യുന്നുണ്ട്, കീറ്റോണിക് ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം NH2CH2 NH2 അല്ലേ, ഹൈഡ്രസീൻ ഇൻ ദ പ്രസൻസ് ഓഫ് KOH വോൾഫിയേഷൻ റിഡക്ഷൻ നടക്കുമ്പോൾ ഡയറക്റ്റ് കീറ്റോണിക് ഗ്രൂപ്പ് ആരായിട്ട് മാറും, CO ഗ്രൂപ്പ് CH2 ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യും. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1. ക്ലിയർ? 78. Which of the following is not correct? Delta G is negative for a spontaneous reaction. Delta G is negative for a spontaneous reaction. നമുക്കറിയാം delta G Gibbs-Helmholtz equation delta G is equal to delta H minus T delta S ആണ്. Delta G is negative for spontaneous process. നമുക്കറിയാം ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ, ഫീസിബിൾ ആകണമെങ്കിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കണം. ഡെൽറ്റ ജി ഈസ് പോസിറ്റീവ് ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ്സ്. അത് റോങ് ആണ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് തന്നെയായിരിക്കണം ആൻസർ. ഡെൽറ്റ ജി ഈസ് പോസിറ്റീവ് ഫോർ എ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. അപ്പോൾ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സിൻ്റെ കേസിലാണ് ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് വരുന്നത്. ഒരിക്കലും ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് ഫോർ എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ അങ്ങനെ പറയാൻ പറ്റില്ല. ഡെൽറ്റ ജി ഈസ് പോസിറ്റീവ് ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ്സ്, അത് പറയാൻ പറ്റില്ല, റോങ് ആണ്. ഡെൽറ്റ ജി 0 ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ് അല്ലെങ്കിൽ റിയാക്ഷൻ അറ്റ് ഇക്വിലിബ്രിയം അല്ലേ, ഇക്വിലിബ്രിയം, റിയാക്ഷൻ അറ്റ് ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ജി ഈസ് 0 ഫോർ എ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഡെൽറ്റ ജി ഈസ് 0 ഫോർ എ റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലെങ്കിൽ അറ്റ് ഇക്വിലിബ്രിയത്തിൽ 0 തന്നെയാണ്. ഡെൽറ്റ ജി ഈസ് പോസിറ്റീവ് ഫോർ എ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് പറയുമ്പോൾ നമുക്കറിയാം ഡെൽറ്റ ജിയുടെ വാല്യൂ എന്ത് തന്നെയാണ്, പോസിറ്റീവാണ് അല്ലേ, നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ്. ഡെൽറ്റ ജി 0 ഫോർ എ റിവേഴ്സിബിൾ റിയാക്ഷൻ, അത് പോസിബിൾ ആകാം. ഇക്വിലിബ്രിയക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് പോസിബിൾ ആകാം, അല്ലെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണല്ലോ അത്. ഓക്കെ, ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ് ഫോർ എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ, അത് കറക്റ്റാണ്. ഓപ്ഷൻ 2 റോങ് ആണ്. ഡെൽറ്റ ജി ഈസ് പോസിറ്റീവ് ഫോർ സ്പോണ്ടേനിയസ് റിയാക്ഷൻ, റോങ്. യെസ്. 79. Chlorine undergoes disproportionation reaction in alkaline medium as shown below. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തിരിക്കുന്നത് തന്നെയാണ്. ACl2 plus BOH minus gives CClO minus plus DCl minus plus EH2O. The value ABCD, ABC and D in the balance redox reaction are respectively. നമുക്ക് അത് ബാലൻസ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് തന്നിരിക്കുന്ന വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. കംപ്ലീറ്റ് സോൾവ് ചെയ്ത് സമയം ഒരിക്കലും കളയരുത് നിങ്ങൾ. നോക്കുക, ഈ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് കൊടുക്കാം. 2Cl2 പ്ലസ് ബിയുടെ ആൻസർ എത്രയാണ്, 2OH മൈനസ് ഗീവ്സ് എന്ത് കൊടുക്കാം, 1ClO മൈനസ് പ്ലസ് ഡി എന്തായിരുന്നു, ഡി അത് 1 അല്ലേ, 1Cl മൈനസ് ഡി എന്ന് പറയുന്നത് 1Cl മൈനസ് കറക്റ്റാണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പ്ലസ് EH2 ഉണ്ട്, EH2. അപ്പം EH2O എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ഇവിടെ എത്രയുണ്ട്, ഹൈഡ്രജൻ 2 ഉണ്ടല്ലോ. ഹൈഡ്രജൻ 2 ഉള്ളതുകൊണ്ട് ഈയുടെ ആവശ്യമില്ല. ഹൈഡ്രജൻ 2 ഉള്ളതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് എന്തായിരിക്കാം, 2H2O അല്ലേ, 2H2 അല്ലേ, 1H2 മതി അല്ലേ, കറക്റ്റ് അല്ലേ, 1H2 മതി, 1H2 ഒരു 1H2 മതി. അപ്പോൾ എന്താണ് 2Cl2 അല്ലേ, ഇവിടെ 1 ആണ് കറക്റ്റ്. ഓക്കെ, ഇവിടെ നോക്കൂ, 1Cl2 അല്ലേ, 1 അല്ലേ, 1 ക്ലോറിൻ 1, നെക്സ്റ്റ് BOH മൈനസ് 2, ദെൻ ക്ലോറിൻ സിയുടെ വാല്യൂ 1 എന്ന് കൊടുത്തു, ദെൻ ClO മൈനസ് ഇവിടെയും Cl മൈനസ് 1 എന്ന് കൊടുത്തു. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കറിയാം ഇത് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് 2 ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലും 2 ഹൈഡ്രജൻ ആറ്റംസ് വരണം. 2 ഹൈഡ്രജൻ ആറ്റംസ് വരണമെങ്കിൽ ഇവിടെ 1 ആഡ് ചെയ്യണം. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ ഇനി ജസ്റ്റ് നോക്കിയാൽ ബാലൻസ്ഡ് ആണോ, 2Cl2 ഇവിടെ ക്ലോറിൻ എന്താണ് ബാലൻസ്ഡ് ആണ്. ക്ലോറിൻ എത്രയുണ്ട്, 2 ക്ലോറിൻ ഉണ്ട്. ദെൻ 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്, 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്, 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഓക്കെ, 2 ഹൈഡ്രജൻ ആറ്റംസ് അത് ഓക്കെ തന്നെയാണ്. അപ്പോൾ ബാക്കി എല്ലാം ബാലൻസ് ആണ്. ഇനി ചാർജ് ബാലൻസ് ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം നമുക്ക്. ഇവിടെ എത്രയാണ്, 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെയും 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്. ശരിയല്ലേ? സോ അത് ബാലൻസ്ഡ് ആണ്, കുഴപ്പമില്ലല്ലോ. യെസ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ എന്തായിരിക്കും, ഓപ്ഷൻ 1. ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ചോയ്സിലുള്ള വാല്യൂസ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാം, അതിൻ്റെ ആവശ്യം വരില്ല. ഓക്കെ, യെസ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. Cl2 plus 2OH minus gives ClO minus plus Cl minus plus 1H2. Clear? Okay. 80. In alkaline medium, MnO4 minus oxidizes I minus 2. ഓക്കെ, അപ്പോൾ ഇത് മുമ്പ് എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൽക്കലൈൻ മീഡിയത്തിൽ MnO4 മൈനസ് I മൈനസിന് ആരായിട്ട് മാറ്റും, ആൽക്കലൈൻ മീഡിയം ആണെങ്കിൽ IO3 മൈനസ്. ശരിയല്ലേ?
ആസിഡ് മീഡിയത്തിൽ I2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ വരുമ്പോൾ IO3 മൈനസ് ആണ്. സോ ദാറ്റ് പോയിന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. KMnO4 ഓക്സിഡൈസസ് അല്ലേ, KMnO4 എവിടെയാണ്, KMnO4 to KMnO4 അല്ലേ, അത് ജസ്റ്റ് ബാലൻസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ആൽക്കലൈൻ മീഡിയത്തിൽ KMnO4 ആരുമായിട്ട് നമ്മുടെ I മൈനസുമായിട്ട്, I മൈനസിന് ആരൊക്കെ കൺവേർട്ട് ചെയ്യും, IO3 മൈനസ്, I മൈനസ് ബിക്കം IO3 മൈനസ് അയഡേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. മീഡിയം ആൽക്കലൈൻ ആണ്, പ്രത്യേകം നമ്മൾ ഓർത്തോളം, ആൽക്കലൈൻ മീഡിയം ആണ്, OH മൈനസിൻ്റെ പ്രസൻസ് ഉള്ള മീഡിയം. ശരി, ആസിഡിക് ആണ് തിരിച്ച് I2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. പക്ഷേ ബേസിക് മീഡിയത്തിൽ IO3 അല്ലെങ്കിൽ അയോഡേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അയോഡേറ്റ് IO3 മൈനസ്, അയോഡേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. Clear? Okay. Next, section B. Number of compounds with one lone pair of electron on central atom amongst the following is. Number of compound with one lone pair of, അല്ലേ, ഒരു ലോൺ പെയർ സെൻട്രൽ ആറ്റത്തിലുള്ളത് ആരുടെ കേസിലാണ്? ദിസ് ഈസ് ഓസോണിൻ്റെ കേസിൽ ഓസോണിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് 1 ലോൺ പെയർ ആണ്. സെക്കൻഡ് വാട്ടർ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ 2 ലോൺ പെയർസ് ഉണ്ട്. SF4 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 1 ലോൺ പെയർ ഉണ്ട്. CLF3 T ഷേപ്പ് ആണ്, ബെൻഡ് T ആണ്. CLF3 T ഷേപ്പ് ആണ്. 2 ലോൺ പെയർസ് ഉണ്ടാവും. NH3 1 ലോൺ പെയർ പിരമിഡൽ ഷേപ്പ്. NH3 contain 1 lone pair pyramidal shape, and BRF5 is square pyramidal shape. BRF5 is square pyramidal shape ആണ്, square pyramidal shape. BRF5 square pyramidal shape with a 1 lone pair. And XCF4 അല്ലേ, XCF4 നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 2 ലോൺ പെയർസ് ഉണ്ടാവും. 2 ലോൺ പെയർസ് ആർ പ്രസൻറ്റ്. സോ നമുക്ക് നമ്പർ ഓഫ് ലോൺ പെയർസ് എത്ര വരണം? നമ്പർ ഓഫ് ലോൺ പെയർസ് 1 വരണം അല്ലേ. 1 വരുന്ന ആൻസർ ഏതായിരിക്കും? ആൻസർ ഇവിടെ ഒരു 1 ലോൺ പെയർ ഓസോൺ അല്ലേ, ഫസ്റ്റ് ഓസോൺ ഉണ്ട്, ഓസോൺ പറയാൻ പറ്റും. ദെൻ SF4 2, NH3 4 ആൻഡ് BRF5 4. അപ്പോൾ ആൻസർ ഇസ് 4. Okay, yes. 82. The mass of zinc produced by electrolysis of zinc sulfate solution with a steady current of 0.015 ampere for 15 minutes is x into dash into 10 raised to minus 4 gram. Then അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? മാസ് ഓഫ് സിങ്ക് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഇലക്ട്രോളിസിസ് അല്ലേ, മാസ്സാണ് വേണ്ടത്. നമുക്കറിയാം ഇവിടെ ഫാരഡേസ് ഫസ്റ്റ് ലോ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് വരാൻ പറ്റും. മാസ് ഓഫ് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് W ഈസ് ഈക്വൽ ടു Z അല്ലേ, I into T, ZIT അല്ലേ, അല്ലെങ്കിൽ Z is equal to Q ആണ്, സോറി W is equal to Z into Q ആണ്. സോ W is equal to Z into I into T, right? സോ നമുക്ക് W is equal to what is Z? Z is equal to equivalent weight divided by 96500 coulomb into I into T നമുക്ക് കൊടുക്കാം, right? സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ W is equal to what is equivalent weight? Equivalent weight is equal to atomic mass by valency. Equivalent weight of zinc 65.4 divided by 2 into 96500 coulomb into what is the value of I? I is equal to 0.015 ampere into time. Time is equal to 15 minutes. That is equal to 15 into 60 ഉണ്ട്. മൾട്ടിപ്ലൈ അത് കിട്ടുന്ന ആൻസർ 45.75 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് വാട്ട്? 45.75 into 10 to the power 10 raised to minus 4 gram എന്ന് കിട്ടും. 45.75 into 10 raised to minus 4 gram എന്ന് കിട്ടും. ഇതാണ് W ൻ്റെ വാല്യൂ.
mass is equal to W is equal to 45.75 into 10 raised to minus 4. So the correct answer is what? 45.75. Okay, yes. 83, for a reaction taking place in 3 steps at the same temperature, overall rate constant K is equal to K1 into K2 divided by K3. If EA1, EA2 and EA3 are 40, 50 and 60 kilojoule per mole respectively, the overall EA is, അതാണ് നമ്മുടെ question, overall E ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം according to Arrhenius equation, Arrhenius kinetics ആയിട്ട് കണക്റ്റഡ് ആണ്. Arrhenius equation പറയുന്നത് K is equal to AE raised to minus EA divided by RT, right? K is equal to AE raised to minus EA by RT. അപ്പോൾ അവിടെ ഡിഫറെൻറ്റ് വാല്യൂസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് K1 അല്ലേ, K1 ഉണ്ട്, K2 ഉണ്ട്, K3 പല സ്റ്റെപ്സുകളുണ്ട്. K1 is equal to what? A1 into E raised to minus EA1 by RT എന്ന് കൊടുക്കാം. And K2 is equal to A2 E raised to minus EA2 by RT എന്ന് കൊടുക്കാം. And K3 is equal to A3 E raised to minus A3 divided by RT എന്ന് എടുക്കാം. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് overall K is equal to what? K is equal to K1 into K2 divided by what? K3. So values എടുക്കുമ്പോൾ K1 into K2, that means A1 into A2 divided by A3 അല്ലേ, A3 A1 into A2 divided by A3 into then into the whole raised to E raised to അല്ലേ, so into E raised to അല്ലേ, എയുടെ ടേം നമുക്ക് പുറത്തും കിടക്കാം. then E raised to K1 into K2 by K3 ആണ്. സോ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? EA1 അല്ലേ, raised to EA1 minus EA2 അല്ലേ, E1 പ്ലസ് EA2 മൈനസ് EA3 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? EA1 മൈനസ് EA2, EA1 പ്ലസ് EA2 മൈനസ് EA3 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? RT എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? EA1 പ്ലസ് EA2 മൈനസ് EA3 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് ജസ്റ്റ്, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ടേം കിട്ടും. നമുക്ക് വേണ്ടത് വേറൊന്നുമല്ല, ജസ്റ്റ് ആക്ടിവേഷൻ ഓവറോൾ ഇയുടെ വാല്യൂ ആണ്. നമുക്ക് വേണ്ടത്. ഓവറോൾ EA is equal to what? EA1 plus EA2 minus EA3, that is equal to EA1 ൻ്റെ വാല്യൂ 40 plus 50 minus 60, that is equal to 90 minus 60, that is equal to 30 എന്ന് കിട്ടും. 30 kilojoule per mole എന്ന് കിട്ടും. ഓക്കെ, ആൻസർ ഈസ് വാട്ട്? 30 ആണ്. 30 kilojoule per mole. 30 kilojoule per mole. Clear? Okay. For the reaction N2O4, for the reaction N2O4 gives to NO2 gas, Kp is equal to 0.492 atm at 300 Kelvin. Kc for the reaction at the same temperature is, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. at the same temperature is, Kp Kc റിലേഷൻ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. Kp is equal to അല്ലേ, Kc into RT raised to delta n. Kp is equal to Kc into RT raised to delta n. Delta n is equal, delta n അല്ലെങ്കിൽ delta Ng is equal to number of moles of gaseous product minus number of moles of gaseous reactant ആണ്. product 2 minus reactant 1, that is equal to 1 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് Kc for the reaction ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. Kc is equal to Kp divided by RT raised to delta n. Okay, so Kp, what is the value of Kp? Kp is equal to 0.492 divided by what is the value of R? R is equal to 0.082 into what is the value of temperature? Temperature is equal to 300 Kelvin, right? Into the whole raised to delta n. Delta n is equal to what? 1. Okay, so 0.492 divided by 0.062 into 300, the value is equal to 2 into 10 to the power minus 2. 0.0
2 അല്ലേ, ദാറ്റ് ഈസ് 2 into 10 raised to minus 2. അതാണ് വരുന്നത്. Kc for the reaction is what? 2 into 10 raised to minus 2. 2 into 10 raised to minus 2. Clear? Okay, so the answer is what? 2. So the answer is what? 2. Next, question number 85. A solution of H2SO4 is 31.4% H2SO4 by mass and has a density of 1.25 gram per liter. The molarity of the H2SO4 solution is dash m. M means molar, and the molarity ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. Given molar mass H2SO4 is equal to 98 gram. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. Molarity m is equal to, molarityയും mass percentage നമുക്ക് കണക്ട് ചെയ്യാം. Molarity m is equal to W by W percentage mass percentage into density into 10 divided by molar mass of solute. Then molarity m is equal to, what is mass percentage? Value of mass percentage 31.4 into density of the solution 1.25 into 10 divided by molar mass of sulfuric acid, given value another 98. Okay, that is equal to solve ചെയ്യുന്ന സമയത്ത് 4.005, that is equal to എത്ര കിട്ടും? ആൻസർ 4 എന്ന് കിട്ടും. ആൻസർ is what? 4. നിയറസ്റ്റ് ഇൻറ്റീജർ എടുക്കുക. സോ ആൻസർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി എന്ത് വരും? 4.005 ആണ്. ദാറ്റ് ഇസ് equal to what? 4 എന്ന് കിട്ടും. ക്ലിയർ? ഓക്കെ, അതാണ് ആൻസർ. അപ്പോൾ 85 ആൻസർ 4. ഓക്കെ, osmotic pressure of a dilute solution is, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. osmotic 86th question ആണ്. osmotic pressure of a dilute solution is 7 into 10 raised to 5 Pascal at 273 Kelvin. Osmotic pressure of the same solution at 283 Kelvin is dash into 10 raised to 4 Newton per meter square എന്ന് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കറിയാം osmotic pressure equation pi is equal to what? C into R into T. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡിഫറെൻറ്റ് കണ്ടീഷൻ ആകുമ്പോൾ നമുക്കറിയാം pi 1 by pi 2 is equal to C1 into RT divided by C2 into RT. RT cancel, that is pi 1 divided by pi 2 is equal to C1 by C2, right? Okay. Value of osmotic pressure of a dilute solution is equal to what? 7 into, that is equal to 7 into 10 raised to 5 divided by pi 2 ന്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യണം. is equal to, what is the value of C2? C1 concentration osmotic pressure അല്ലേ of the same solution എത്രയാണ്? osmotic pressure of dilute solution is 7 into 10 raised to 5 Pascal at സോറി, ഓക്കെ, നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, പ്രോബ്ലം ഉണ്ട്. നമ്മളിവിടെ എടുക്കുമ്പോൾ സെയിം സൊല്യൂഷൻ തന്നെയാണ്. അപ്പോൾ C1 is equal to എന്താണ് മക്കളെ? ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താണ്? pi is equal to CRT ആണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം ഇവിടെ C1 is equal to C2 തന്നെയാണ്. ഓക്കെ, അപ്പോൾ സെയിം സൊല്യൂഷൻ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ C1 equal to C2 തന്നെയാണ്. അപ്പോൾ ടെമ്പറേച്ചറിലാണ് ഡിഫറൻസ് വരുന്നത്. 2 ഡിഫറെൻറ്റ് ടെമ്പറേച്ചറാണ്. സോ pi 1 is equal to C1 RT അല്ലേ? pi 2 is equal to what? C1 RT1. pi 2 is equal to C2 RT2 എന്നെടുക്കാം. C1 and C2 സെയിം ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോകും. സോ pi 1 by pi 2 is equal to എന്താണ്? C1 and C2 സെയിം ആണ്. R ക്യാൻസൽ ആയി പോകും. സോ T1 by എന്ത് കൊടുക്കാം? T2 എന്ന്. T1 by T2. Then what is the value of pi 1? Pi 1 7 into 10 to the power 5 divided by pi 2 എന്ന് കിട്ടും. pi 2, right? That is equal to T1. What is the value of T1? T1 initial temperature, first temperature 273 divided by 283 എന്ന് കിട്ടും. 283. From this we can easily find the value of pi 2. Then pi 2 is equal to 283 into 7 into 10 raised to 5, right? Divided by 273 എന്ന് കിട്ടും. സോൾവ് ചെയ്യുന്ന സമയത്ത് 72.56 എന്നാണ്. സോൾവ് ചെയ്യുന്ന സമയത്ത് 72. സോ ദാ 72.5 എന്ന് കിട്ടും. 72.56 into 10 raised to 4 എന്ന് കിട്ടും. 10 raised to 4 Newton per meter square എന്ന് കിട്ടും. 72.56.
72.56 ഇതാണ് ആൻസർ കിട്ടുക. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, സോൾവ് ചെയ്യാൻ പെട്ടെന്ന് ആൻസർ കിട്ടുന്നതാണ്. സൊല്യൂഷൻ എന്ന് പറയുന്നത് സെയിം കേട്ടോ, സെയിം സൊല്യൂഷൻ ആകുമ്പോൾ C1 = എന്ത് കൊടുത്താൽ മതി, C2 കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, 72.56. ഓക്കെ, യെസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 87. Number of compounds among the following which contain sulfur as heteroatom ആയിട്ട് സൾഫർ ഉള്ള കോമ്പൗണ്ട് അല്ലെ? ഫുറാൻ, തയഫീൻ, പെരിഡിൻ, പൈറോൾ, സിസ്റ്റീൻ, ടൈറോസിൻ അല്ലെ? എല്ലാമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ? ഈ സെക്കൻഡ് ഇയറും ഫസ്റ്റ് ഇയറും ഒക്കെ ആയിട്ട് എല്ലാം കണക്റ്റഡ് ആണ്. നമുക്കറിയാം ഈ കോമ്പൗണ്ടുകളെ നമ്മൾ ആദ്യം പറയുന്ന ചില കോമ്പൗണ്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. നെയിമിങ്ങിൽ തന്നെ ഈ കോമ്പൗണ്ടുകളിൻ്റെ നെയിമൊക്കെ പഠിച്ചിട്ടുണ്ട്. കണ്ടെയ്ൻ അല്ലെ? ഫസ്റ്റ് ഫുറാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓക്സിജൻ ഉള്ള ഇതാണ് നമ്മുടെ ഫുറാൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് ഫുറാൻ. ആൻഡ് നെക്സ്റ്റ് അവിടെ ഓക്സിജൻ ഉണ്ട്. തയഫീൻ വരുമ്പോൾ ഇവിടെ സൾഫർ വരും. നെക്സ്റ്റ് പെരിഡിൻ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ പെരിഡിൻ, നൈട്രജൻ ആണ് അല്ലേ? സൾഫർ ആസ് ഹെറ്ററോ ആറ്റം ആണ് കേട്ടോ. കണ്ടെയ്ൻ അല്ലേ? ഫോളോയിങ് വിച്ച് കണ്ടെയ്ൻ സൾഫർ ആസ്. അപ്പോൾ ഫുറാൻ്റെ കേസിൽ ഓക്സിജൻ ആണ്, അപ്പോൾ എന്തായാലും ഉണ്ടാവില്ല. തയഫീൻ വരുമ്പോൾ സൾഫർ ഉണ്ട് അല്ലേ? പെരിഡിൻ ഉണ്ട്. പൈറോൾ അല്ലേ? പൈറോൾ വരുമ്പോൾ അതൊക്കെ നമ്മൾ അമീൻസിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? NH അല്ലേ? പൈറോൾ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വരുമ്പോൾ അടുത്ത് വരുന്ന നമ്മുടെ ബയോമോളിക്യൂൾസുമായിട്ട് കണക്റ്റഡ് ആണ്. സിസ്റ്റീൻ വരുന്ന സമയത്ത് വരുമ്പോൾ ഇവിടെ ഒരു SH ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു SH ഉണ്ട്, സൾഫർ ഉണ്ട് കേട്ടോ. SH, CH2, CHNH2, COCOH. അപ്പം ഈ ഒരു സ്ട്രക്ചർ നമ്മളൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഈ സ്ട്രക്ചർ എല്ലാം ഒന്ന് അത്യാവശ്യം ഓർത്ത് വയ്ക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർ എല്ലാം ഒന്ന് നന്നായിട്ട് ഓർത്ത് വെക്കണം. അപ്പോൾ ഇവിടെ ഹെറ്ററോ ആറ്റമായിട്ട് സൾഫർ ഉണ്ട്. നെക്സ്റ്റ് അടുത്ത് പറയുന്നത് ടൈറോസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അവിടെ സൾഫർ ഇല്ല, ഇവിടെ എന്താണ് ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ രണ്ട് നൈട്രജൻ ഉണ്ട്, ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആസിഡ് അല്ല, OH ഗ്രൂപ്പ് ഉണ്ട്, NH2CO അല്ലേ? OH ഗ്രൂപ്പ്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പാണ് ടൈറോസിൻ എന്തായാലും വരില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സോ ദ ആൻസർ ഈസ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഫുറാൻ ഉണ്ട്. ദിസ് ഇസ് ഫുറാൻ്റെ കേസിലില്ല. തയഫീൻ്റെ കേസിലുണ്ട്. തയഫീൻ്റെ കേസിലുണ്ട്. ശരിയല്ലേ? ദിസ് ഇസ് തയഫീൻ. പെരിഡിൻ്റെ കേസിൽ ഇല്ലല്ലോ. ഓക്കെ, പൈറോളിൻ്റെ കേസിലില്ല. സിസ്റ്റീൻ്റെ കേസിൽ ഉണ്ട്, ടൈറോസിൻ ഇല്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ടൈറോസിൻ ഉണ്ടെന്ന് വിചാരിക്കും, ടൈറോസിൻ ഇല്ല. ആരാണുള്ളത്? സിസ്റ്റീനും തയഫീനും. അപ്പോൾ ആൻസർ 2 ആണ്. 2 സൾഫർ കണ്ടെയ്നിങ് സ്പീഷീസ് ആരാണ്? 2 ആണ്. ക്ലിയർ? ഓക്കെ. Question number 88. The number of species from the following which are paramagnetic and with the bond order is equal to 1. Bond order 1 ആയിട്ടുള്ളത് ഏതാണ്? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹൈഡ്രജൻ അല്ലേ? H2 എടുക്കുന്ന സമയത്ത് H2 എടുക്കുക. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വെച്ച് നമ്മൾ പെട്ടെന്ന് ആൻസറിലേക്ക് വരിക. അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശരിയല്ലേ? ബോണ്ട് ദാറ്റ് ഈസ് H2, ഹൈഡ്രജൻ ഉണ്ട്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ഇലക്ട്രോൺസ് ആണ്. He2 പ്ലസ് 3 ഇലക്ട്രോൺസ് ഉണ്ടാവും. O2 പ്ലസ് ഉണ്ട്. O2 പ്ലസ് എടുക്കുന്ന സമയത്ത് O2 15 ഇലക്ട്രോൺസ് ഉണ്ടാവും. O2 പ്ലസ് 50 ഇലക്ട്രോൺസ്. N2 2 മൈനസ് എടുക്കുമ്പോൾ N2 2 മൈനസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എത്രയുണ്ട്? നൈട്രജനിൽ 14 പ്ലസ് 16 ഇലക്ട്രോൺസ് ഉണ്ട്. N2 അല്ലേ? നൈട്രജനിൽ 14 ആണ്,
2 minus വരുമ്പോൾ 16 ഇലക്ട്രോൺസ്. O2 2 minus O2 2 minus വരുന്ന സമയത്ത് 16 plus 2 18 ഇലക്ട്രോൺസ്. Then F2 ഫ്ലോറിന് വരുന്ന F2ൽ 18 ഇലക്ട്രോൺസ് 80 ഇലക്ട്രോൺസ്. Ne2 plus വരുമ്പോൾ 19 ഇലക്ട്രോൺസ്. B2 വരുമ്പോൾ 10 ഇലക്ട്രോൺസ്. B2 വരുമ്പോൾ 10 ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ പാരാമാഗ്നറ്റിക് ആൻഡ് ബോണ്ട് ഓർഡർ ഇസിക്കൽ ടു 1 ആണ് കേട്ടോ. പാരാമാഗ്നറ്റിക് ആൻഡ് ബോണ്ട് ഓർഡർ ഇസിക്കൽ ടു 1. ബോണ്ട് ഓർഡർ നോക്കാം. ബോണ്ട് ഓർഡർ നമ്മൾ നോക്കുമ്പോൾ 2 ഇലക്ട്രോൺസ് വന്നാൽ ബോണ്ട് ഓർഡർ എത്ര വരും? 2 ഇലക്ട്രോൺസ് വന്നാൽ ബോണ്ട് ഓർഡർ ഇസിക്കൽ ടു 2 ഇലക്ട്രോൺസ് വന്നാൽ നമ്മുടെ ബോണ്ട് ഓർഡറിൻ്റെ വാല്യൂ എത്ര വരും? 1 വരും അല്ലേ. 2 ഇലക്ട്രോൺസ് വന്നാൽ ബോണ്ട് ഓർഡർ എത്ര വരും? 1 വരും. ഓക്കെ അല്ലേ? യെസ്, ബോണ്ട് ഓർഡർ 1 ആണ്. ബോണ്ട് ഓർഡർ 1 ആണ്. 2 അതുപോലെ തന്നെ ഓഡ് ഇലക്ട്രോൺസ് വന്നാൽ നമുക്കറിയാം ഓഡ് ഇലക്ട്രോൺസ് വന്നാൽ പാരയാണ്. ഓഡ് ഇലക്ട്രോൺസ് വന്നാൽ പാരയാണ്. ബട്ട് അതുപോലെ തന്നെ ഈവൻ ഇലക്ട്രോൺസ് അല്ലേ. ഈവൻ ഇലക്ട്രോൺസ് വന്നാൽ എന്താണ് മക്കളെ? ഡയ ആയിരിക്കും. ഓക്കെ, ഇത് പാരയാണ്, മറ്റത് ഡയ ആയിരിക്കും. ഓക്കെ, മാത്രമല്ല സ്പെഷ്യൽ കേസ് എക്സെപ്ഷൻ എന്ന് പറയുന്ന എക്സെപ്ഷണൽ കേസ്, എക്സെപ്ഷൻ 2 എണ്ണം ഉണ്ട്. എക്സെപ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? എക്സെപ്ഷൻ വരുമ്പോൾ 10 ഇലക്ട്രോൺസും അതുപോലെ തന്നെ 16 ഇലക്ട്രോൺസും എന്നാൽ എന്തായിരിക്കും? അത് പാരയാണ്. അത് സ്പെഷ്യൽ കേസായിട്ട് ഓർത്ത് വെച്ചോളണം. അപ്പം നോർമലി ഓഡ് ഇലക്ട്രോൺസ് വന്നാൽ പാരയാണ്, ഈവൻ വന്നാൽ ഡയാണ്. 10 ഇലക്ട്രോൺസ് വന്നാൽ സ്പെഷ്യൽ കേസാണ്, പാരയായിരിക്കും. അപ്പോൾ ബോണ്ട് ഓർഡർ 1 ആണ്. സോ ദിസ് ഇസ് പാര. He2 പ്ലസിൻ്റെ കേസ് 3 ഇലക്ട്രോൺസ് വരികയാണെങ്കിൽ ഹാഫ് ആണ് അല്ലേ. 3 ഇലക്ട്രോൺ വന്നാൽ ഹാഫ് ആണ്. സോ ദിസ് ഈസ് വാട്ട്? ഇത് പാരയാണ്. 3 ഇലക്ട്രോൺസ് വന്നിട്ടുണ്ട്. 15 ഇലക്ട്രോൺസ് വന്നാൽ 2.5 ആണ്. 2.5 വരും. 2.5 വന്നാൽ പാര വരും. 16 വന്നാൽ 2 ആണ്. ദിസ് ഇസ് പാര. ആൻഡ് O2 18 ഇലക്ട്രോൺസ് വന്നാൽ അല്ലേ. 18 ഇലക്ട്രോൺസ് വന്നാൽ O2 2 മൈനസ് ആണ്. O2 2 മൈനസ് 8 അല്ല 18 ആണ് കേട്ടോ. യെസ്, 18 ഇലക്ട്രോൺസ് വന്നാൽ ബോണ്ട് ഓർഡർ ഇസിക്കൽ ഇവിടെ 1 വരും. വന്നാൽ ആക്ച്വലി എന്താണ് ഇത്? ഇവിടെ ആക്ച്വലി പാരയല്ല, ഡയാണ്. 2 ഇലക്ട്രോൺസ് അല്ലേ. അല്ല, ബോണ്ട് ഓർഡർ 2 അല്ലേ. ബോണ്ട് ഓർഡർ 2 വന്നാൽ ബോണ്ട് ഓർഡർ 2 യെസ്. 16 ഇലക്ട്രോൺസ് വന്നാൽ സ്പെഷ്യൽ കേസാണ്. അതെന്തായിരിക്കും? പാരയായിരിക്കും. ഓക്കെ, പാരയായിരിക്കും. 16 ഇലക്ട്രോൺസ് വന്നത് പാരയായിരിക്കും. ഇവിടെ 18 ഇലക്ട്രോൺസ് ഉണ്ട്. 18 ഇലക്ട്രോൺസ് വരുമ്പോൾ ബോണ്ട് ഓർഡർ 1 ആണ്. അപ്പോൾ അത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഇവിടെയും അടുത്ത് 80 ഇലക്ട്രോൺസ് വന്നു. ബോണ്ട് ഓർഡർ അല്ലേ. ബോണ്ട് ഓർഡർ 80 ഇലക്ട്രോൺസ് വന്നു. 80 ഇലക്ട്രോൺ F2 അല്ലേ. F2 ആണ്. സോ ബോണ്ട് ഓർഡർ 1 വന്നു. ദിസ് ഇസ് ഡയാമാഗ്നറ്റിക്. 19 ഇലക്ട്രോൺസ് വന്നാൽ ബോണ്ട് ഓർഡർ ഹാഫ് ആണ്. ഹാഫ് വരും അല്ലേ. ദെൻ 19 വന്നാൽ അത് പാരയാണ്. പാര. B2ൻ്റെ കേസ് 10 ഇലക്ട്രോൺസ് വന്നാൽ ബോണ്ട് ഓർഡർ 1 ആണ്. 10 ഇലക്ട്രോൺ സ്പെഷ്യൽ കേസാണ്, അത് പാരയാണ്. സോ നമുക്ക് വേണ്ടത് ഈ ഒരു കേസാണ് വേണ്ടത്, റൈറ്റ്. ഓക്കെ, പാരാമാഗ്നറ്റിക് വിത്ത് ബോണ്ട് ഓർഡർ ഈക്വൽ ടു 1. പാരാമാഗ്നറ്റിക് വിത്ത് ബോണ്ട് ഓർഡർ ഈക്വൽ ടു 1 മാത്രമേ ഉള്ളൂ അല്ലേ. ആരാണ്? B2ൻ്റെ കേസിൽ മാത്രമേ ഉള്ളൂ. B2ൻ്റെ കേസിൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ബോണ്ട് ഓർഡർ 1 ആണ്. ബോണ്ട് ഓർഡർ നമുക്കറിയാം, കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം, ഓൾറെഡി നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ബോണ്ട് ഓർഡർ ഈക്വൽ ടു 1 ആൻഡ് ദ സ്പീഷീസ് ഈസ് വാട്ട്? പാരാമാഗ്നറ്റിക്. ജനറലി ഓഡ് ഇലക്ട്രോൺസ് വന്നാൽ പാരയാണ്, ഈവൻ ഇലക്ട്രോൺസ് വന്നാൽ ഡയാണ്. 10 ആൻഡ് 16 ഇലക്ട്രോൺസ് വന്നാൽ അത് പാരയായിരിക്കും. സ്പെഷ്യൽ കേസായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, യെസ്. സോ ദ ആൻസർ ഈസ് number of species അല്ലേ. പാരാമാഗ്നറ്റിക് വിത്ത് ബോണ്ട് ഓർഡർ ഈക്വൽ ടു 1 ഈസ് ആൻസർ 1. Answer is 1. Okay, yes. 89th question. From the compound given below, the number of compounds which give positive Fehling test. Positive Fehling test തരുന്നത് ആരാണ് അല്ലേ? ബെൻസാൾഡിഹൈഡ്, അസറ്റാൽഡിഹൈഡ്, അസറ്റോൺ, അസറ്റോഫിനോൺ, മെത്തനാൽ, നൈട്രോബെൻസാൾഡിഹൈഡ്, സൈക്ലോഹെക്സേൻ അല്ലേ. ഹെക്സേൻ, കാർബാൾഡിഹൈഡ്, അങ്ങനെ കുറേ സ്പീഷീസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ആരാണ് പോസിറ്റീവ് ഫെല്ലിംഗ് ടെസ്റ്റ് തരുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് പോസിറ്റീവ് ഫെല്ലിംഗ് ടെസ്റ്റ് തരുന്നത് ആലിഫാറ്റിക് ആയിട്ടുള്ള ആലിഫാറ്റിക് ആൽഡിഹൈഡ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ആലിഫാറ്റിക് അല്ലേ. ആലിഫാറ്റിക് ആൽഡിഹൈഡ്സും പ്ലസ് ആൽഫ ഹൈഡ്രോക്സി
കീറ്റോൺസ് ആണ്. ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺസും അലിഫാറ്റിക് ആൽഡിഹൈഡ്സും എന്ത് തരും? ആൽഫ ഹൈഡ്രോക്സി കീറ്റോണുകളും അലിഫാറ്റിക് ആൽഡിഹൈഡുകളും എന്ത് തരും? ഫെല്ലിംഗ് ടെസ്റ്റ് തരും. ഫെല്ലിംഗ്, ആ ഒരു പോയിന്റ് നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഫെല്ലിംഗ് ടെസ്റ്റ് തരും. കുറച്ചൊക്കെ നമ്മൾ ബയോമോളിക്യൂൾസിൽ കേട്ടിട്ടുണ്ട്, ബാക്കി നമ്മൾ ആൽഡിഹൈഡ്സിൽ പഠിച്ചിട്ടുണ്ട്. ഫ്രം ദ കോമ്പൗണ്ട്സ് ഗിവൻ ബിലോ ദ നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് വിച്ച് ഗീവ്സ് പോസിറ്റീവ് ഫെല്ലിംഗ് ടെസ്റ്റ്. പോസിറ്റീവ് ഫെല്ലിംഗ് ടെസ്റ്റ് തരുന്ന ആരാണ്? ബെൻസാൽഡിഹൈഡ് വരില്ല, അലിഫാറ്റിക് ആൽഡിഹൈഡ് അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വരില്ല. ദെൻ അസറ്റാൽഡിഹൈഡ് എന്ന് പറയുന്ന അലിഫാറ്റിക് ആണ്, അസറ്റാൽഡിഹൈഡ് വരും. അസറ്റോൺ എന്ന് പറയുന്നത് കീറ്റോൺ ആണെന്ന് വരില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് അസറ്റോൺ ഉണ്ട്, അസറ്റോൺ ഇല്ല. അസറ്റോഫീനോൺ വരില്ല. മെത്തനാൽ വരും, കാരണം ബിക്കോസ് മെത്തനാൽ എന്ന് പറയുന്ന ആലിഫാറ്റിക് ആൽഡിഹൈഡ് ആണ്. മെത്തനാൽ വരും. 4-നൈട്രോ ബെൻസാൽഡിഹൈഡ് വരില്ല, കാരണം ആലിഫാറ്റിക് അല്ല, അത് വരില്ല, ഇത് വരില്ല. നെക്സ്റ്റ് അടുത്ത് പറയുന്നത് സൈക്ലോഹെക്സേൻ കാർബാൾഡിഹൈഡ്. സൈക്ലോഹെക്സേൻ കാർബാൾഡിഹൈഡ് ആണ്. സൈക്ലോഹെക്സേൻ ആണ്. സൈക്ലോഹെക്സേൻ CHO അല്ലേ, C+OH, സൈക്ലോഹെക്സേൻ കാർബാൾഡിഹൈഡ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ആര് തരും? സൈക്ലോഹെക്സേൻ കാർബാൾഡിഹൈഡ് തരും, പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ആലിഫാറ്റിക് ആൽഡിഹൈഡ്സ് ആൻഡ് ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺസ് ആണ് തരുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഇത് ആൻസർ ആയിട്ട് പറയാം അല്ലേ. സൈക്ലോഹെക്സേൻ കാർബാൾഡിഹൈഡ് തരും, മെത്തനാൽ തരും, അസറ്റാൽഡിഹൈഡ് തരും. ശരിയല്ല, അപ്പോൾ എത്ര ആൻസറേ ഉള്ളൂ? 1. അസറ്റോൺ തരില്ല കേട്ടോ, അസറ്റോൺ ഇല്ല, കീറ്റോൺ ആണ്, അത് തരില്ല. അസറ്റാൽഡിഹൈഡ്, പിന്നെന്താണ്? മെത്തനാൽ തരും. സൈക്ലോഹെക്സേൻ കാർബാൾഡിഹൈഡ് ഒന്നുമില്ല. ആലിഫാറ്റിക്, വളരെ സിമ്പിളാണ്, ആലിഫാറ്റിക് ആൽഡിഹൈഡ്സ് ആൻഡ് ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺസ് അതാണ് തരുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക. സോ ദ ആൻസർ ഈസ് എത്ര വരും? 3 വരും. പോസിറ്റീവ് ഫെല്ലിംഗ് ടെസ്റ്റ് ഈസ് 3. ഓക്കെ, യെസ്. 19th ക്വസ്റ്റ്യൻ നമ്പർ 90. ഇവിടെ നമുക്കൊരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, ബ്യൂട്ടീൻ അല്ലേ, 2-ബ്യൂട്ടീൻ തന്നിട്ടുണ്ട്. അതിൽ ഓസോണോളിസിസ് അല്ലേ, വിച്ച് ഓൺ ഓസോണോളിസിസ് ഗീവ്സ് അല്ലേ, ഓസോണോളിസിസ് പ്ലസ് സിങ്ക് ബാർ H2. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ഓസോണോളിസിസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. വേറെ കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. കൺസിഡർ ദ ഗിവൻ റിയാക്ഷൻ, ദ ടോട്ടൽ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം പ്രസൻറ്റ് പെർ മോളിക്യൂൾ ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് എന്നാണ് ചോദ്യം. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. C+C, ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു H ഉണ്ട്, ഇവിടെ ആരുണ്ട്? H ഉണ്ട്, ഇവിടെ ഒരു CH3, ഇവിടെ ആരുണ്ട്? CH3 ഉണ്ട്. ശരിയല്ലേ? അതിന് ഓസോണോളിസിസ് നമ്മൾ നടത്തുകയാണെങ്കിൽ ഓസോണോളിസിസ് നടത്താം. ഓസോണോളിസിസ് നടത്തുമ്പോൾ അല്ലേ, O3 ദെൻ എന്താണ്? സിങ്ക് ബാർ H2 ആണ്. സോ നമുക്കറിയാം പ്രോസസ്സ് നടക്കുമ്പോൾ ഫസ്റ്റ് ഓസോണോളിസിസ് നടക്കുമ്പോൾ ഇവിടെ ഒരു CH3 ഓസനൈഡ് ഫോർമേഷൻ. നെക്സ്റ്റ് ഇവിടെ ഒരു CH, ഇവിടെ ഒരു CH3 അല്ലേ. യെസ്, ഓക്കെ. അതിനുശേഷം അവിടെ എന്ത് സംഭവിക്കും? ബോണ്ട് ബ്രേക്ക് ചെയ്യും. സിങ്ക് ബാർ അല്ലേ, H2O ബോണ്ട് ബ്രേക്ക് ചെയ്യും. ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2 moles ഓഫ് അല്ലേ, 2 മേജർ പ്രൊഡക്റ്റ്, 2 moles ഓഫ് CH3CHO അല്ലേ, CH3CHO, 2 moles ഓഫ് CH3CHO, 2 moles of CH3CHO അല്ലേ. ദ ടോട്ടൽ നമ്പർ ഓക്സിജൻ ആറ്റം പ്രസൻറ്റ് പെർ മോളിക്യൂൾ ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ്. ഒരു മോളിക്യൂളിനകത്ത് എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? ഒരു മോളിക്യൂളിനകത്ത് 1 ഓക്സിജൻ ആറ്റം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ, സോ ദ ആൻസർ ഈസ് 1. So the answer is 1. Okay, yes. Total number of oxygen atoms present per molecule of the product is, answer is what? 1. Clear ആയല്ലോ? അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. 19th ആൻസർ 1 ആണ്. ഇപ്പോൾ ഓസോണോളിസിൻ്റെ പ്രൊഡക്റ്റ് ആരാണ്? 2 moles of CH3CHO. നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ഈസ് ഈക്വൽ ടു വാട്ട്? 1. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് അല്ലേ 29th JEE മെയിൻസിൻ്റെ ഷിഫ്റ്റ് 1ൻ്റെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ടേക്ക് കെയർ. ബൈ.